ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് എന്റെ സിസ്റ്ററിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് ഏറ്റവും എന്റെ ലൈഫിൽ പ്രിയപ്പെട്ട ഒരാളാണ് കേട്ടോ. കാരണം ആള് ജനിച്ചപ്പോ തന്നെ ഞാൻ അത്രയും ആൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് സിസ്റ്റർ ആവണേന്ന് അത്രയും പ്രാർത്ഥിച്ച ഒരാൾ ഞാൻ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കൊരു സിസ്റ്ററിനെ കിട്ടി. എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതും എന്റെ ഈ വർക്കിലാണെങ്കിലും എല്ലാത്തിലും എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും എന്നെ ഹാപ്പി ആക്കാനും എനിക്ക് എന്ത് ഫുഡ് ഉണ്ടാക്കി തരാനും ഒക്കെ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന ഒരാൾ തന്നെയാ കേട്ടോ. എന്നെ അത്രയും സപ്പോർട്ടിങ് ഉള്ള എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആളെ ബർത്ത്ഡേ നമ്മള് വെറുതെ ഇടാൻ പാടുണ്ടില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് അത് ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേന്റെ ദിവസമാണ് നമ്മള് സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ. കാരണം നമുക്ക് ഒഴിവ് കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇന്നാണ് നമ്മൾ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങണത്. അങ്ങനെ നമ്മള് ആൾക്കാദ്യം തന്നെ ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തു. പിന്നെ ഈ ഷോപ്പിൽ വെച്ചാല് എന്റെ സിസ്റ്ററിന്റെ മോളുടെ ബർത്ത്ഡേ വരുന്നുണ്ട്. അവളും എനിക്ക് ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട ആൾ തന്നെയാണ്. അപ്പോ ആൾക്കും കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസും 9th ബർത്ത്ഡേ ആണ്. അപ്പൊ 9th ബർത്ത്ഡേ സർപ്രൈസ് ഒക്കെ സെറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പ്ലാൻ. അതിന്റെ വ്ളോഗ് പിന്നീട് ഞാൻ ഇടാട്ടോ. വേറെ വ്ളോഗ് വരുന്നുണ്ട്. അങ്ങനെ ആൾക്ക് പിന്നെ നമ്മളെ സിസ്റ്ററിന് പിന്നെ ഒരു ലിപ്സ്റ്റിക് ഞാൻ വാങ്ങി, ഇൻസൈറ്റിന്റെ ലിപ്സ്റ്റിക്. അങ്ങനെ അതും വാങ്ങി. ഏകദേശം എല്ലാ ഐറ്റംസും ഓൾറെഡി തന്നെ ഉണ്ട്. പിന്നെ നമ്മളിപ്പോ എന്താ വാങ്ങാന്ന് വെച്ചപ്പോഴാണ് പിന്നെ വാക്കരോന്റെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഇപ്പൊ നമുക്ക് വെള്ളത്തിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ചപ്പൽ ഇപ്പൊ ഇങ്ങനെ ട്രെൻഡിങ്. അതിങ്ങനെ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തപ്പി ഇറങ്ങിയിരുന്നായിരുന്നു. കുറെ ഷോപ്പിൽ കയറി. പക്ഷെ എക്സാക്ട് ആ പ്രൊഡക്റ്റ് കിട്ടിയില്ലെങ്കിലും ഏകദേശം ആ ഒരു പ്രൊഡക്റ്റ് കിട്ടിയപ്പോ നമ്മളത് വാങ്ങിച്ചിട്ടോ. നമ്മൾ സ്ഥിരം വാങ്ങുന്ന റസാസിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. ഞാൻ കൂടുതലും ചപ്പല് എടുക്കല് റസാസിന്നാണ്. നല്ല അടിപൊളി കളക്ഷൻസ് അവിടെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടുന്നാണ് കൂടുതലും എനിക്ക് എടുക്കല്. അപ്പോ നമ്മൾ അവിടുന്ന് ചപ്പലെടുത്ത് ഈ ഒരു ചപ്പലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അനിയത്തിക്കാണ് ചപ്പല് വാങ്ങാൻ പോയതെങ്കിലും ഇവിടെ ഒരാള് ആൾക്ക് വേണ്ടി ചപ്പല് നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എടുത്തില്ല ഗൈസ്. ഞാൻ അയക്കോ ഇല്ല, സമ്മതിക്കൂല. അങ്ങനെ അത് ജസ്റ്റ് ആൾക്കെല്ലാം ഇഷ്ടമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. എടുത്തെടുക്കാൻ ഇൻഷാല്ലാ. അപ്പോ ആൾക്കത് ഇഷ്ടമായിട്ട് ഇങ്ങനെ ഇട്ട് നോക്കുന്ന പണിയിലാണ് ഒരാള്. ഞാൻ അതും പറഞ്ഞ് കളിയാക്കിയിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ സൈലബാന്ന് ഒരു പ്രൊഡക്റ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ബ്രദറിന്റെ വകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങി നേരെ വീട്ടിൽ പോയി. ഇനി ഇതൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് അടിപൊളിയാക്കി സെറ്റ് ആക്കണം എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. പിന്നെ ഞാനിപ്പോ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ്. അപ്പൊ എന്ത് ചെയ്യണം, ആൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവിടെ എത്തിക്കണം. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റ് ഒരു സേവ് ദ ഡേറ്റ് എടുക്കാണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്റെ ഹസ്ബൻഡ് ഇല്ല. അതുകൊണ്ട് നീ എന്നെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളോട്. അപ്പൊ ആള് വരാന്നൊക്കെ പറഞ്ഞ് ഏകദേശമൊക്കെ നമ്മളിങ്ങനെ ആൾക്കൊരു സംശയമില്ലാത്ത രീതിയിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ നമ്മള് ഫുള്ളി പാക്ക് ചെയ്തു. എനിക്ക് പാക്ക് ചെയ്യാനുള്ള ട്രൈപോഡും കാര്യങ്ങളൊക്കെ എന്റെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നുമില്ല. അതുകൊണ്ട് ജസ്റ്റ് ഞാനൊരു ട്രാൻസിഷൻ പോലെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ളി റൂം തന്നെ മാറ്റിയെടുത്ത ഒരു ഹാപ്പി ബർത്ത്ഡേ ഒരു ബർത്ത്ഡേ സെറ്റപ്പ് ആക്കി. ബലൂണൊക്കെ വീർപ്പിച്ച് അങ്ങനെ ഫുള്ളി സെറ്റപ്പ് ആക്കിട്ടോ. അങ്ങനെ നമ്മള് സേവ് ദ ഡേറ്റിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഏകദേശം അവളെ വിശ്വസിപ്പിക്കണല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു സ്റ്റാൻഡില് ക്യാൻഡിലൊക്കെ കത്തിച്ച് ഇങ്ങനെ പുറത്ത് സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. ആള് വരുമ്പോ ആള് സ്കൂട്ടിയിലാണ് വരിക. അപ്പൊ ആള് വരുമ്പോ ആള് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ക്യാൻഡിൽ കത്തിച്ച് സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആളത് വിശ്വസിച്ചിരിക്കണ ആള് തീരെ എക്സ്പെക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഏതോ ഡ്രസ്സും ഏതോ ഷോളൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്താ ഇന്നോട് നല്ല യോജിപ്പുള്ള ഡ്രസ് തട്ടുകളെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഏതോ ഒരു ചാളു ഏതോ ഒരു കറുപ്പ് ഷാളോ ഫസ്റ്റ് വിളിച്ച കാക്കന്റെ ഇഷ്ടം. ഗൈസ് ഇവിടെ ഒരു കുട്ടി വാവോ ഉണ്ടാവാൻ അല്ല നിങ്ങളെ ഗിഫ്റ്റ് നമുക്ക് ചെയ്യാം. ബോക്സ് ആണ് ഗൈസ്, സർപ്രൈസ്. അവളെ ഞെട്ടിപ്പോകും ഗൈസ്. അറിയാം നല്ല കുട്ടി. ഗൈസ് നോക്കുക, ഓളെ ഉറങ്ങി.
ഉറങ്ങിട്ട് വരുന്നു. എന്താ ഇതേമാതിരി തന്നെല്ലോ പൊട്ടിയത്. നോക്കി കൊണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാരും എക്സൈറ്റ്മെന്റ് കാണാൻ. അതാണ് ഏറ്റവും വലിയ എന്താണ് ഗസ് 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 എന്തൊക്കെയാണ് കമ്മല് ജയിച്ചു ഒക്കെ ഉണ്ട് സെറ്റാ സെറ്റ് സെറ്റ് എടോ കണ്ടോ ചെറിയ ഗിഫ്റ്റ് ആണ് ഇഷ്ടപ്പെടും. അത് 3 കറക്റ്റ് 3 ഇനി ഓള അൺബോക്സ് ചെയ്ത് ചെരുപ്പോ അല്ല ചെരുപ്പ് കുറച്ച് എക്സ്പെൻസീവ് അല്ലേ? എന്ത് ചെയ്യാം ട്രോഫി കരം 10ാം ക്ലാസ്സിൽ 10 ഇപ്പൊ തന്നെ ട്രോഫി. കസ്കിയാണ് പൊളിച്ചിട്ടുണ്ട്. അപ്പൊ അത് പിന്നെ തിന്നാനും ഗിഫ്റ്റ് തന്നതിലും ഇഷ്ടപ്പെട്ടത്. ഇതാണ് നമ്മുടെ പുതിയ അതിഥി വന്നിട്ടുള്ളത്. അതാണ് ഗിഫ്റ്റ് ബോക്സ് പൂർണ്ണമായിട്ടും തുറന്നത്. വരുന്നോക്കിയാ അങ്ങനെ സർപ്രൈസ് ഒക്കെ അടിപൊളി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി. അത് അത്യാവശ്യം നല്ലോണം സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഹാപ്പി, എല്ലാരും ഹാപ്പി. ഇനി നമുക്ക് അടിപൊളി സർപ്രൈസസ് വീഡിയോസ് വരാൻ പോകുന്നു. അപ്പൊ ഇതുപോലത്തെ നമ്മളെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ഇത്രയുള്ളൂ.